ഈ ലൈംഗിക പാപത്തിൽ ഏർപ്പെടുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിലേക്ക് വരുന്നത് മാത്രമല്ല. അതിനപ്പുറത്ത് ഈ വാക്കുകളിൽ അർത്ഥം നമ്മൾ കാണണം. ലൈംഗികമാകുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണർത്തുന്ന ചെറുതോ വലുതോ ആകുന്ന എന്ത് കാര്യമാകട്ടെ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേതല്ല പറയുന്നത്. അല്ലാതെ ബൗണ്ടറികൾ വിട്ട് വരുന്ന സകല കാര്യങ്ങളും റൺ. അതൊരു ചാറ്റാകാം, അതൊരു വീഡിയോ കോൾ ആകാം, എന്തുമാകട്ടെ. ദൈവത്തിന് ഇത് ഭയങ്കര വിഷയമാണ്, ഭയങ്കര വിഷയമാണ്. പുതിയ നിയമത്തിലൊരു വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണിത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ ഇന്റർകോഴ്സ് എന്ന കാര്യം മാത്രമല്ല. ചിലർക്ക് പോർണോഗ്രാഫിക് വീഡിയോസ് ആകാം, ചിലർക്ക് ലൈംഗികമാകുന്ന ചൊവ്വയുള്ള സിനിമകളായിരിക്കാം, ചിലർ അങ്ങനെയുള്ള മാസികകൾ ആമസോണിൽ നിന്ന് വരുത്തി വെച്ച് കാണുന്നവര് കണ്ടേക്കാം. ചിലർക്ക് അങ്ങനെയുള്ള ബുക്കുകൾ അവർ വാങ്ങി അത് നോക്കുന്നവർ കണ്ടേക്കാം. ചിലർക്ക് ചില പ്രത്യേക സൈറ്റുകൾ നിരന്തരമായി വിസിറ്റ് ചെയ്യുന്നവർക്ക്. ഇത് മുഴുവനും ആ വാക്കിനകത്തുണ്ട്. യു റൺ, യു റൺ, യു റൺ. ലൈംഗിക കാര്യങ്ങൾ അതിന് ദൈവം അനുവദിക്കുന്ന നിയമപരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് പോകരുതെന്ന് പറയുന്നത് നിന്നെ സൂക്ഷിക്കാൻ ദൈവതമ്പുരാൻ എഴുതിയിരിക്കുകയാണ്. God is not saying no sex at all. No, അങ്ങനെയല്ല. Sex is a gift of God. ദൈവമാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ you will destroy yourself and your family, your future, your career, your health and your mind and everything. You come under the control of Satan. മനസ്സിലാക്കിയത് തലച്ചോറിനകത്ത് അങ്ങോട്ട് കേട്ട്. ഒരുത്തന്റെ നോട്ടം തെറ്റിയല്ല, തെറ്റാണ് എന്ന് നിങ്ങളുടെ അകത്ത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ആത്മാ വാണിംഗ് തരും. അവിടെ നിർത്തിക്കോണം. അത് എത്ര പ്രായമാണ്, 80 വയസ്സ് അപ്പച്ചന് ഒത്തിരി സൂക്ഷിക്കണം. മനസ്സിലായോ? അല്ലല്ലോ, അത് പാസ്റ്ററാ. ഒരു പാസ്റ്റർ, ഒരു അപ്പച്ചന്, ഒരു അമ്മച്ചി ഒന്നുമില്ല. ബി വെരി കെയർഫുൾ. നമ്മുടെ ഇന്ററാക്ഷനിലെല്ലാം ഒരു ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറത്തേക്ക് നോ. കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 18, 19, 20 വാക്യം. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോസ്തലനായ പൗലോസ് പ്രധാനമായി 3 മിഷണറി യാത്രകളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 2ാമത്തെ മിഷണറി യാത്രയിലാണ് കൊരിന്ത് സഭ സ്ഥാപിക്കുന്നത്. വളരെ മ്ലേച്ഛതയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സമൂഹമാണ് കൊരിന്തിലുള്ളത്. അവിടെ അപ്പോസ്തലൻ ചെന്ന് സുവിശേഷം അറിയിച്ച് ആ മോശപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് ആളുകൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ സഭ സ്ഥാപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു.
11 വാക്യം വായിച്ചാൽ, അങ്ങനെ അവൻ ഒരാണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചും കൊണ്ട് താമസിച്ചു. പൗലോസ് നേരിട്ട് സ്ഥാപിച്ച സഭ 1.5 വർഷത്തോളം ദൈവത്തിന്റെ വചനം അവരെ പഠിപ്പിച്ച ഒരു സഭയാണ് കൊരിന്ത് സഭ. എന്നാൽ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മറ്റിടങ്ങളിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവസഭയിൽ വിവിധമാകുന്ന പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ഈ 1 കൊരിന്ത് ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നത്. കൊരിന്ത് ലേഖനം നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡിവിഷൻ ഒന്ന് നോട്ട് ചെയ്തു. ആദ്യത്തെ 4 അധ്യായങ്ങളിൽ സഭയിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഭിന്നതയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? പൗലോസ് പോയി കഴിഞ്ഞ് അപ്പോലോസ് വന്നു, പത്രോസ് അവിടെ വന്നു. അപ്പൊ ഓരോ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി കുടുംബങ്ങൾ ഗ്രൂപ്പിസം ഉണ്ടാക്കി. അപക്വമായ ഒരു രീതിയായിരുന്നു കൊരിന്തിൽ. അത് വളരെ ശക്തമായ ഭാഷയിൽ 3-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ ഇതാണ് വിഷയം. അങ്ങനെ നേതാക്കന്മാർ തമ്മിൽ പ്രശ്നമില്ലെങ്കിലും നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മറ്റൊരു ഗ്രൂപ്പിലുള്ള ആളിനെ ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു രീതി സംജാതമായി. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ഇവിടെ പൗലോസ് അഡ്രസ് ചെയ്യുന്നത് ലൈംഗിക അശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അദ്ദേഹം അഡ്രസ് ചെയ്യുകയാണ്. പൗലോസ് സ്ഥാപിച്ച്, പൗലോസ് ദൈവവചനം പഠിപ്പിച്ച് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ? ഉണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവിനാൽ അപ്പോസ്തലൻ എഴുതിയ കത്താണ്. ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് സഭയെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഏരിയ ആണെന്നാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സഭയിൽ പ്രശ്നം ഉണ്ടാകണമെന്നല്ല ഈ പറഞ്ഞത്. പക്ഷെ മനുഷ്യർ എല്ലാ രാജ്യത്തിലുമുള്ളവർ ജഡസ്വഭാവത്തിന് വിധേയപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സഭയിൽ കടന്നുകൂടി എന്ന് വരാം. എന്നാൽ സഭാ നേതൃത്വം അതിനെ കണ്ടില്ലപ്പെട്ടോ കേട്ടില്ലപ്പെട്ടോ ഇരിക്കാൻ പാടില്ല. സഭാ നേതൃത്വം ഈ സഭ അവരുടെ വകയല്ല, ഇത് ദൈവത്തിന്റെ വകയാണ് എന്ന് മനസ്സിലാക്കി അതാത് സമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. തിരുത്തലുകൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ അതാണ് പ്രധാന വിഷയം. ഒരുപാട് ലൈംഗിക പാപങ്ങൾ ഈ സഭയ്ക്കകത്ത് വന്നുകൂടി. 5-ാം അധ്യായത്തിലെ ഒരു പുള്ളിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. അല്ലാതെ തന്നെ ഇവർ വന്ന പശ്ചാത്തലം അത്ര ശരിയായൊരു പശ്ചാത്തലമല്ല. അവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള അസാൻമാർഗിക ഇടപാടുകളൊക്കെ ഉണ്ട്. അതിനകത്ത് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ലെന്നും കണ്ട് ഓക്കെ ലോകം കാണുന്നത് പോലെ കാര്യത്തെ കണ്ട് പോകുന്ന ഒരു പ്രവണത പൗലോസിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹം അതിനൊക്കെ തിരുത്തൽ കൊണ്ടുവരികയാണ്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള പൗലോസിന്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ കാണുന്നത്. 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ആഴ്ചതോറും കൂടി വരുന്ന സഭായോഗങ്ങളിലും ചില ക്രമക്കേടുകൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. സഭ കൂടി വരുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പലതുണ്ട്. അതെന്താണ്?
ചിലർക്ക് അന്യഭാഷയിൽ കൂടുതൽ സമയത്ത് ഉറക്കെ എല്ലാവരും കേൾക്കെ പറയണം. അപ്പോൾ ചിലർക്ക് പ്രബോധിപ്പിക്കണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ഒരു ഡിസോർഡർ ഉണ്ടാകുക. അപ്പോൾ ഓർഡർ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം വളരെ കൃത്യമായിട്ട് സഭാ ആരാധന എങ്ങനെയായിരിക്കണം, സഭയ്ക്ക് ആത്മിക വർധനമാണ് ഉണ്ടാകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ അതാണ്. 15-ാം അധ്യായത്തിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന ആളുകൾ അവിടെ വന്നു. അപ്പോൾ യേശുക്രിസ്തു ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷം വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വെറും കെട്ടുകഥയൊന്നുമല്ല. 500-ൽ പരം ആളുകൾ ഇതൊക്കെ കണ്ടതാണ്. വളരെ കാര്യമായി 15-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനെ തെളിയിക്കുകയാണ് അദ്ദേഹം. 16-ാം അധ്യായത്തിൽ ഉപസംഹാരം. ഇതാണ് 16 അധ്യായങ്ങളുടെ ഉള്ളടക്കം. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ അവിടെ സഭാവിശ്വാസികൾ തമ്മിൽ കേസ് പറയാൻ പോവുക. പൗലോസ് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ്, അവിശ്വാസികളുടെ മുൻപിൽ പോയി ഇങ്ങനെയൊക്കെയാണോ? അപ്പൊ അതിന് വേണ്ട തിരുത്തലുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് വാസ്തവത്തിൽ ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. വളരെ പെർമിസീവായിട്ടുള്ള ഒരു സമൂഹമാണ് ഈ കൊരിന്ത് സമൂഹം. അവരൊക്കെ പലരും ചിന്തിച്ചിരിക്കുന്ന ഈ ലൈംഗിക അങ്ങനെ വലിയ പാപമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ ഈ ശരീരത്തിൽ വരുന്ന ആ ചിന്തകളല്ലേ, അതൊക്കെ നോർമൽ അല്ലേ, അതിനകത്തെന്തോ ഇപ്പൊ ഇത്ര കാര്യമായിട്ട് എടുക്കാൻ? അങ്ങനെ പോലും ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഈ കൊരിന്ത് സമൂഹം. എന്റെ ശരീരം എന്റെ വക, നിങ്ങൾ ആരാണ് എന്നോട് പറയാൻ? എന്റെ ശരീരം കൊണ്ട് ഞാൻ എന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നു. ഇങ്ങനൊക്കെ ഒരു ക്രിസ്ത്യൻ ലിബർട്ടിയുടെ പേരിൽ ഒരുപാട് അതിര് കടന്നു പോകുന്ന പ്രവണതകൾ. ഇതാണ് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ അവിടെ കൂടുതൽ നിൽക്കാതെ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വന്ന് ചില കാര്യങ്ങൾ പറയാനാണ് എനിക്ക് താല്പര്യമുള്ളത്. പ്രത്യേകിച്ച് യൗവനക്കാര് അല്ല, ഇതിനിപ്പോ യൗവനക്കാരെന്നൊന്നുമില്ല. ഏറ്റവും പ്രായമുള്ള പുള്ളി മുതൽ എല്ലാവരും ഇത് കേട്ടോണം. സഹോദരൻ, 18-ാം വാക്യം പരസ്യമായിട്ട് വായിക്കാം. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മതി. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. അന്നത്തെ സംസ്കാരം പോലെ തന്നെയാണ് ഇപ്പോഴും. വളരെ വ്യാപകമായി ദുർനടപ്പ് ഉള്ള ഒരു സമയമാണിത്. ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത്, വേർപെട്ട സമൂഹത്തിൽ നടക്കുന്നത്. ഡിജിറ്റൽ മീഡിയ ഉള്ളത് കൊണ്ട് വ്യാപകമായി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തു വരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല, അത് ശരിയല്ലല്ലോ. പക്ഷെ ഇതൊരു വലിയ തിന്മയാണ്. ഇതെല്ലാരും ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകുകയാണ്. അസാരമില്ല, അതിനെന്നെ. എന്നെ വളരെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമുണ്ട്. ലോകത്തിൽ അനുഗ്രഹീതരായ അറിയപ്പെട്ട വേദശാസ്ത്രപരമായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അനേക ദൈവത്തിന്റെ ദാസന്മാർ ഈ വിഷയത്തിൽ അവർ പതറിപ്പോയി അടിതെറ്റി വീഴുന്ന ഒരു കാഴ്ച ലോകം മുഴുവൻ കണ്ടു. അതിലെ ഒരാള് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ അതുകൊണ്ട് ബോധപൂർവം അദ്ദേഹത്തിന്റെ പേര് പറയാത്തതാണ്. എന്റെ ഒരു സംഭാഷണത്തിലും അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രസംഗിയെ ഞാൻ കണ്ടിട്ടില്ല. അത് പ്രസംഗ ശൈലി മാത്രമല്ല, 100% നമുക്ക് വേദശാസ്ത്രപരമായി പഠിക്കാനൊക്കുന്ന
ധാരാളം പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രശസ്തനാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സ് പോലും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ഒന്ന് ആരും കണക്ക് കൂട്ടാതിരിക്കാൻ. ഏതായാലും വളരെ പ്രായമുള്ള മനുഷ്യൻ. പ്രശ്നം വെളിയിൽ വരുമ്പോൾ 5 വർഷമായി കേവലം 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് അദ്ദേഹത്തിന് സജീവമായ ബന്ധമുണ്ട്. പിന്നെ ആ ബന്ധം എന്ന് പറയുന്നത് ഏതറ്റം വരെ, അളവ് വരെ എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. അവരത് പുറത്തോട്ട് വിട്ടിട്ടില്ല. അതിനവര് ഒരു വാക്കാണ് ഉപയോഗിച്ചത്, ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻ. നമുക്കത് കൂടുതൽ ചെക്ക് ചെയ്യണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ പോയി. പ്രത്യേകിച്ച് റിഫോംഡ് തിയോളജിയൻസിന്റെ ഇടയിൽ ഇങ്ങനെയൊരു കാര്യം ഉണ്ടായാൽ ആ ആള് ദൈവത്തോട് ക്ഷമ ചോദിച്ച് അദ്ദേഹത്തിന് മടങ്ങി വരാം, ദൈവം അദ്ദേഹത്തോട് ക്ഷമിക്കും എന്നറിയാം. പക്ഷെ പിന്നീട് അവർ ശുശ്രൂഷയിൽ എടുക്കത്തില്ല. അതാണ് റിഫോംഡ് തിയോളജിയൻസിന്റെ സ്റ്റാൻഡ്. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഒരു സഭയിൽ ഒരു വിശ്വാസിയായി കടന്നു വന്ന് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ട കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവരങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ആ മനുഷ്യനെ തിരിച്ചവര് കൊണ്ടുവരാനുള്ള എല്ലാ സ്നേഹവും സഹകരണവും അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് പ്രസംഗത്തിലെ സിംഹഭാഗം അവരെടുത്തു മാറ്റി കളഞ്ഞു. എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചതാണിത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിശോക്തി പറയുകയല്ല, അങ്ങനെ ഒരു പ്രസംഗി ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും പറയാം, പ്രസംഗ ശൈലി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ദൈവവചന വെളിപ്പാടുകൾ, അത് ആവേശത്തോടെയും ആത്മനിറവോടെയും കൂടെയാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. എന്നിട്ടിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 4-5 വർഷമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനത്തിന് വിപരീതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ. അതെന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഞെട്ടലായിപ്പോയി. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, നമ്മൾ ആരും, ഞാൻ ഉൾപ്പെടെ, ഏതോ മണ്ഡലത്തിലാണെന്ന് ചിന്തിക്കരുത്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. ഏത് പ്രായത്തിലും ഇത് ഭയങ്കര അപകടമാണ്. ശത്രു ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ് ഈ ലൈംഗിക പാപം, ദുർനടപ്പ്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സഭ മലിനപ്പെടുന്നത് ഇതുകൊണ്ടാണ്. സ്കൂൾ കോളേജുകളിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ വിഷയം ഇതാണ്. ഞാൻ നിങ്ങളോട് ചില അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയ കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ജോൺ മക്കാർദർ ഒരിക്കൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു 78 80 എത്രയോ വയസ്സാണ്, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. മക്കാർദർ ചോദിച്ചു, അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞത് മക്കാർദർ ഞെട്ടിപ്പോയി. പോണോഗ്രഫി എനിക്ക് അതിനെ കോൺകർ ചെയ്യാൻ ഒത്തിട്ടില്ല. I am an addict to pornography at the age of 78 and 80. അതുകൊണ്ട് ഇത് കണ്ടിട്ടും കണ്ടില്ലാപ്പെട്ടും കേട്ടിട്ടും കേട്ടില്ലാപ്പെട്ടും ഒന്നും ഇനി ഇരിക്കരുത്. സഭ ഡേഞ്ചറിലാണ്. ഞാൻ ആഗോള വ്യാപകമായി കിടക്കുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ മാസങ്ങളിലും വർഷങ്ങളിലും ഞെട്ടുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ പോലും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ദൈവവചനം പറയുന്നത്? ദുർനടപ്പ് വിട്ട് റൺ, ഫ്ലീ. സ്ട്രോങ് വാക്കുകളാണ്. വളരെ ഭയങ്കര താക്കീതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അന്നത്തെ പോലെ തന്നെ ഇന്നും ഈ കുടുക്കിനകത്ത് പലതും പെട്ടു. സെക്ഷുവൽ പെർമിസീവ്നെസ്
അന്നുണ്ടായിരുന്നു. അതിനെന്ത് അത് ക്ഷമിക്കത്ത എല്ലാം ക്ഷമിക്കണം. എന്താണ് ബൈബിളിന് പറയാനുള്ളത്? ഇത് ഗേൾസ് ആൻഡ് ബോയ്സ് ശരിക്കും മനസ്സിലാക്കിക്കോണം. ഇവിടെ ദുർനടപ്പിന്, സാധാരണ ദുർനടപ്പെന്നുള്ളത് വിവാഹ ബന്ധത്തിന് മുൻപ് ഉണ്ടാകുന്ന ലൈംഗിക പാപത്തെക്കുറിച്ചാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വിവാഹത്തിൽ ലഭിച്ച പാർട്ട്ണർ അല്ലാതെ ഉള്ള ആളുകളുമായിട്ടുള്ള ശാരീരിക ബന്ധം. എന്നാൽ ഇവിടെ കുറച്ചുകൂടെ ഒരു ബ്രോഡ് റേഞ്ചിലാണ് ഈ ദുർനടപ്പ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലയിടത്തും അത് തർജ്ജമ ചെയ്തിരിക്കുന്നത് തന്നെ ആ വിശാല അർത്ഥത്തിലാണ്. ഫ്ലീ ഫ്രം സെക്ഷൽ ഇമ്മോറാലിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഈ ദുർനടപ്പ് എന്ന പാപത്തോട്? വിട്ട ഓടുവീൻ എന്നൊരു പദപ്രയോഗം. ഒരു സെക്കൻഡ് പോലും നിൽക്കരുത്. ഞാൻ നോക്കട്ടെ, എനിക്ക് എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഉണ്ടോ, ഞാനൊന്ന് നോക്കട്ടെ എത്ര വരെ ഇത് പോകും. നോക്കരുത്. റൺ, ജസ്റ്റ് റൺ. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് 1 കൊരിന്ത്യർ 10:14 പറയുന്നത്, അതുകൊണ്ട് പ്രിയരെ വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ. ഞങ്ങളാരും വിഗ്രഹത്തെ ഏതായാലും ആരാധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുകയല്ലേ? ദൈവത്തെക്കാൾ ഉപരി മനസ്സിൽ താലോലിക്കുന്ന സകലതും വിഗ്രഹമാണ്. റൺ. സ്തോത്രം. അത് ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, പ്രസ്ഥാനമാകാം, വണ്ടിയാകാം. ചിലർ വണ്ടിയും തൂത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ബൈബിള് വായിച്ചോ? ഇല്ല, ഞാൻ ഈ തൂക്കുക. അതിനെ ഞായറാഴ്ച കണ്ടില്ലല്ലോ, ഓട്ടം പോയതാ. ദൈവത്തെക്കാൾ, കർത്താവിനേക്കാൾ സഭായോഗങ്ങളെ അലക്ഷ്യമാക്കി പോകുന്നത് നല്ലതിനല്ല. യു റൺ. ആ വരുന്ന ലോസ് വരട്ടെന്ന് വെക്കണം. 1 തിമോത്തിയോസ് 6:10-11 ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ദ്രവ്യാഗ്രഹം, യു റൺ. സ്തോത്രം. ഏനോ ആർത്തിയാ ചിലർക്ക്, പെന്തിക്കോസുകാർക്ക് ഇത് ആർത്തി. എന്തുവാടാ ഇത്? അതുണ്ടാക്കണം, പിടിച്ച്. പണ്ടൊരിക്കൽ എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട്, അവിടെ അദ്ദേഹം ജോലി ചെയ്ത കമ്പനിയിൽ ആണെന്ന് തോന്നുന്നു, ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു വടക്കേ ഇന്ത്യക്കാരൻ ചോദിച്ചു, നീ ഈ ആർത്തിയെല്ലാം കാണിച്ച് ഈ പൈസ എല്ലാം നീ എന്ത് ചെയ്യാൻ പോവാ? അദ്ദേഹത്തിന്റെ മറുപടി, ഐ വിൽ ബൈ ലാൻഡ്. ഞാൻ വസ്തുക്കൾ മേടിക്കും. ഓക്കെ, അയാൾ പറഞ്ഞ ന്യായമായ കാര്യം, ഡു ദാറ്റ്. ആഫ്റ്റർ ദാറ്റ്, അത് കഴിഞ്ഞിട്ട് നീ ഉണ്ടാക്കുന്ന പിന്നെ എന്ത് കൊടുക്കും? അയാൾ കുറച്ച് ഐ വിൽ ബൈ മോർ ലാൻഡ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നീ അങ്ങനെ ജോലി ചെയ്ത് ഈ കഷ്ടപ്പെട്ട് ഈ ആർത്തി എല്ലാം കൂടെ കാണിച്ചു നീ എന്ത് ചെയ്യും? അയാൾക്ക് അറിയത്തില്ല. പിന്നെയും പറഞ്ഞു, ഐ വിൽ ബൈ മോർ ലാൻഡ്. മലയാളിയുടെ അകത്തിതാ. ഇപ്പൊ ഒത്തിരി എണ്ണത്തിന് സെൻസായി. 5 സെന്റ് ഭൂമി 7 മേലും മതി. എന്താ വേണ്ട? ഏക്കർ കണക്കിന് തോട്ടം. ദ്രവ്യാഗ്രഹം വിട്ട് റൺ, ഓടുക. 2 തിമോത്തിയോസിന്റെ ലേഖനം 2:22 യൗവന മോഹങ്ങളെ വിട്ടോടി. റൺ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ്. നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. അപ്പൊ ലൈംഗികമാകുന്ന പരീക്ഷണം വരുമ്പോൾ ദൈവം അതിന്റെ മുൻപിൽ ഒരു റൂട്ട് വെക്ക് ഓടാൻ. താങ്ങി തൂങ്ങി നിൽക്കരുത്, ജസ്റ്റ് റൺ. ചിലപ്പോ ആ റൂട്ട് ഒരു നിമിഷത്തേക്കായിരിക്കും വരുന്നത്, ബട്ട് യു ഗോട്ട് ടു റൺ.
ഏറ്റവും ഉത്തമമായ ഉദാഹരണം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഴയ നിയമ കഥാപാത്രം ജോസഫ് നിങ്ങളുടെ മുന്നിൽ വരുന്നില്ലേ? ഒരു സ്ത്രീ പ്രേരിപ്പിക്കുകയാണ്, come on, lie down with me. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം കാര്യങ്ങളെ വിലയിരുത്തി. ഈ വീട്ടിൽ വേറെ ആരുമില്ല, പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുകയില്ല. ആൻഡ് ഹി ജസ്റ്റ് ran. അത് നിമിത്തം എന്തുണ്ടായി? ജോലിയും പോയി, കാരാഗ്രഹത്തിലായി. ബട്ട് ഹി ran. Flee, run. എല്ലാ കുഞ്ഞുങ്ങളോടും പറയാം, ഈ ചാറ്റും ഇതെല്ലാം ഇത് മുഴുവനും അടുത്ത ലെവലിലേക്ക് നയിക്കുന്നതാണ്. മനസ്സിലായോ? ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ലാത്ത ഒരു ലോകമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി പറഞ്ഞതാണ്. ഞാനൊന്ന് ശ്രദ്ധിച്ചു, കൂട്ടുകാരി. അപ്പം നമ്മളിപ്പോൾ ഫരീസയത്വമൊന്നുമല്ല കേട്ടോ. പണ്ട് ചില ഫരീസന്മാരുണ്ട്, സ്ത്രീകളെ കണ്ട കണ്ണടച്ചുകൊണ്ട് നടക്കും. കണ്ണടച്ചുകൊണ്ടെന്നുള്ള ഭിത്തിയിലെല്ലാം കൂടെ നെറ്റി ഇടിച്ച് പിന്നെ ചോരയുമായിട്ട് നടക്കും. അവരെ വിളിച്ചിരുന്നത് ബ്ലീഡിങ് ഫാരിസി. ബ്ലീഡിങ് ഫാരിസി. ഫരീസയർ 7 കൂട്ടരുണ്ട്, 7 ടൈപ്പ്. അതിലൊരു കൂട്ടരതായിരുന്നു. അതല്ല പറയുന്നത്. കൂട്ടും കൂട്ടുകാരിയും കൂട്ടുകാരനും പിന്നെ ഒരുമിച്ച് ഒരു വന്നേങ്ങ അടുത്ത് നിന്ന് മഴ കണ്ടു ചിരിച്ചു മോളെ ചിരി. സെൽഫിയൊക്കെ എടുത്ത് ആ മുട്ടി നിൽക്കുമ്പോൾ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യും. മനസ്സിലായോ? യു റൺ. സ്തോത്രം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭ ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു ആസക്തി എതിരെ നിൽക്കണം. അതിൻ്റെ സാന്നിധ്യത്തിൽ പോലും നിൽക്കരുത്. അവിടം വിട്ട് ഓടണം. ദുർനടപ്പ് വിട്ടോടുക. ദുർനടപ്പ്, ഈ ലൈംഗിക പാപത്തിൽ ഏർപ്പെടുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിലേക്ക് വരുന്നത് മാത്രമല്ല. അതിനപ്പുറത്ത് ഈ വാക്കുകളിൽ അർത്ഥം നമ്മൾ കാണണം. ലൈംഗികമാകുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണർത്തുന്ന ചെറുതോ വലുതോ ആകുന്ന എന്ത് കാര്യമാകട്ടെ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേതല്ല പറയുന്നത്. അല്ലാതെ ബൗണ്ടറികൾ വിട്ട് വരുന്ന സകല കാര്യങ്ങളും റൺ. അതൊരു ചാറ്റാകാം, അതൊരു വീഡിയോ കോൾ ആകാം, എന്തുമാകട്ടെ. ദൈവത്തിന് ഇത് ഭയങ്കര വിഷയമാണ്, ഭയങ്കര വിഷയമാണ്. പുതിയ നിയമത്തിലൊരു വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണിത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ ഇന്റർകോഴ്സ് എന്ന കാര്യം മാത്രമല്ല. ചിലർക്ക് പോർണോഗ്രാഫിക് വീഡിയോസ് ആകാം, ചിലർക്ക് ലൈംഗികമാകുന്ന ചൊവ്വയുള്ള സിനിമകളായിരിക്കാം, ചിലർ അങ്ങനെയുള്ള മാസികകൾ ആമസോണിൽ നിന്ന് വരുത്തി വെച്ച് കാണുന്നവര് കണ്ടേക്കാം. ചിലർക്ക് അങ്ങനെയുള്ള ബുക്കുകൾ അവർ വാങ്ങി അത് നോക്കുന്നവർ കണ്ടേക്കാം. ചിലർക്ക് ചില പ്രത്യേക സൈറ്റുകൾ നിരന്തരമായി വിസിറ്റ് ചെയ്യുന്നവർക്ക്. ഇത് മുഴുവനും ആ വാക്കിനകത്തുണ്ട്. യു റൺ, യു റൺ, യു റൺ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലെ 19-20 വാക്യത്തിൽ ആദ്യ നൂറ്റാണ്ട് ദൈവസഭയില് നിങ്ങൾക്കറിയാമല്ലോ, യാക്കോബ് ചെയർമാനായിട്ട് ഇരുന്നു കൊണ്ട് ഒരു കോൺഫറൻസ് കൂടി. പത്രോസും പൗലോസും ഒക്കെ ഉണ്ട്. ചില പ്രത്യേക തീരുമാനങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും യഹൂദനിലെ പല ക്രമങ്ങളൊക്കെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ ഒരു വാദം വന്നപ്പോൾ 2 കൂട്ടർ തമ്മിലൊക്കെ ഇവിടെ വാദമുണ്ടായി. അവരെന്നിട്ട് എടുത്ത തീരുമാനമാണ്, ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, അടുത്ത കേൾക്കണം, പരസംഗം, ശ്വാസം മുട്ടിച്ചത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് ദൈവത്തിലേക്ക് രക്ഷിക്കപ്പെട്ട് കടന്നു വരുന്ന ആളുകൾ വിഗ്രഹാർപ്പിതം പാടില്ല. എന്നിട്ട് പറയാണ്, ഈ പരസംഗം, സെക്ഷൽ ഇമ്മോറാലിറ്റി പാടില്ല.
ഈ ലൈംഗിക പാപം ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിനകത്ത് വീണ് കഴിഞ്ഞാൽ ദൈവത്തിന് രക്ഷപ്പെടുത്താൻ കഴിയും. പക്ഷേ വീണാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. 1 കൊരിന്ത്യർ ലേഖനം ഈ 6-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. അടുത്ത കേട്ടോണം. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷക്കാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അടുത്തത് കേൾക്കണം. നിങ്ങളും ചിലർ ആ വകക്കാരായിരുന്നു. സഭയിലെ വിശ്വാസികളോട് പറയാ, ആ പ്രവർത്തനത്തിൽ നടന്നാൽ സ്വർഗത്തിൽ പോകത്തില്ല പെന്തിക്കോസുകാരൻ. പക്ഷെ പെന്തിക്കോസിൽ വന്ന പലരും ഇങ്ങനെയൊക്കെ ഒരു പൂർവ്വ അനുഭവം ഉള്ളവർ കണ്ടേക്കാം. God can forgive. God will forgive if we are sorry from our heart, if we repent from our heart. പക്ഷെ അത് തുടരുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. എന്നോ നാടകം കാണിച്ചാലും സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾ ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ കൊരിന്ത്യർ അവരുടെ സംസ്കാരം അങ്ങനെ. അതിനകത്ത് നിന്ന് സുവിശേഷം കേട്ട് ഈ വന്നവർക്കൊരു പൂർവ്വചരിത്രമുണ്ട്. പക്ഷേ ഈ ചരിത്രം, ഈ പാരമ്പര്യമൊക്കെ ഇങ്ങനെ നിലവിൽ നിൽക്കുന്നത് കൊണ്ട് പിന്നെയും ഒരു ടെൻഡൻസി വരാതെ സൂക്ഷിക്കണം. സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുൻപേ പറഞ്ഞതുപോലെ ഈ വകയ്ക്ക് ഒക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. God is a holy God and he has called the church to be holy, separate. മക്കളെ, ഇത് മനസ്സിലായിക്കോണം. എന്തുവാ ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാര്യം വിശദീകരിക്കാം. ജീവിത വിശുദ്ധി കാക്കണം. ആ വിശുദ്ധിക്കരുത് പോരാടുന്ന ഒരുപാട് കാര്യമുണ്ട്. അതിൽ ഒരു പ്രധാന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി ശ്രദ്ധിക്കണം. എന്തോ 18ന്റെ ആരംഭം നമ്മൾ വായിച്ചത്? ദുർനടപ്പ്. വളരെ കെയർഫുൾ ആയിരിക്കണം. ദുർനടപ്പ വിട്ടുപോകേണ്ടത്, അല്ലാതെ സെക്സ് വിടാനല്ല പറഞ്ഞത്. ദുർനടപ്പ്, അതിന്റെ തെറ്റായ പ്രയോഗങ്ങൾ വളരെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു ദൈവദാസൻ സുവിശേഷം പറയാ ഒരാളിനോട്. സുവിശേഷം യേശുക്രിസ്തുവിലുള്ള ആത്മരക്ഷ. തിരിച്ചു പറഞ്ഞാൽ എന്താണെന്നറിയാം? സഹോദര, എന്നോ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ യേശുവിനെ രക്ഷിതാവായി ഒന്നും ഞാൻ സ്വീകരിക്കത്തില്ല. അയ്യോ, അതെന്താ? അത് ബൈബിളിന്റെ ആ മനോഭാവം എനിക്ക് ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. അതെന്താണ്? അത് ചെയ്യല്ല, ഇത് ചെയ്യല്ല, ഇത് അങ്ങോട്ട് നോക്കല്ല, ഇങ്ങോട്ട് നോക്കുക. നമ്മൾ ഇവിടെ ഒരു സൊസൈറ്റിയാണ്. ഞാനിപ്പം ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആ സ്ത്രീകളെ അങ്ങ് നോക്കല്ല, സ്ത്രീകളെ കൊണ്ടുപോകാൻ പോകല്ലോ, പണി പറ്റില്ല. എനിക്ക് വേണ്ട, നിങ്ങളുടെ യേശുവിന് വേണ്ട. ഇത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തോന്നടേ നിങ്ങളുടെ റിലീജൻ?
സിനിമ കാണരുത്, പോണോഗ്രാഫി കാണരുത്. നീ ഒന്ന് കണ്ടു നോക്കേ. ഒന്നും കാണരുത്, അങ്ങോട്ട് പോകരുത്, തോടരുത്. എന്താ പാടാ ഇത്? ലൈഫ് ഈസ് ഹിയർ ടു എൻജോയ്. കേട്ടോടാ മോനെ, ഇതൊക്കെ നിന്നോട് പറയുമ്പോ എന്തിനു ശരിയാന്നല്ലോ. എന്നിട്ട് ഒരു മിനിറ്റ് ക്ലിപ്പ് നിന്നെ കാണിച്ചാൽ നിന്റെ ക്ലിപ്പിടി പിടിക്കുക പിശാച്. മനസ്സിലായോ? അല്ലെ ഒരു ഫോട്ടോ കൊണ്ട് കാണിക്കും, ഒരു നഗ്ന ചിത്രം കാണിക്കും. കഴിഞ്ഞു നിന്റെ ഇടപാട്. ഇത് പാപ്പായും മമ്മിയും അയ്യോ അവർക്കൊക്കെ എന്നെ ഇത് നല്ലല്ലേ. ഈ ദൈവദാസനോട് ഇത് പറഞ്ഞപ്പോ ഈ ദൈവദാസൻ പറഞ്ഞ മറുപടി കേൾക്കണോ? അതാ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവദാസൻ പറഞ്ഞു, സുഹൃത്തെ, ഒരു കെട്ടിടത്തിനകത്തേക്ക് നീ കയറുക, ഒരു മുറിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, ഡേഞ്ചർ എക്സ്പ്ലോസീവ്സ്. നീ അതിനകത്ത് കയറുമോ? ഞാൻ കയറുന്നില്ല. കാരണം എന്താ? പൊട്ടിപ്പോ ഞാൻ തെറിച്ച് ചിന്ന ഭിന്നമാവും. മോനെ, അതാടാ വിഷയം. ലൈംഗിക കാര്യങ്ങൾ അതിന് ദൈവം അനുവദിക്കുന്ന നിയമപരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് പോകരുതെന്ന് പറയുന്നത് നിന്നെ സൂക്ഷിക്കാൻ ദൈവതമ്പുരാൻ എഴുതിയിരിക്കുകയാണ്. God is not saying no sex at all. No, അങ്ങനെയല്ല. സെക്സ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവമാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ you will destroy yourself and your family, your future, your career, your health and your mind and everything. You come under the control of Satan. മനസ്സിലാക്കിയത് തലച്ചോറിനകത്ത് അങ്ങോട്ട് കേട്ട്. നമ്മളവർക്ക് ചുമ്മാ ഒരു വീഡിയോ കണ്ടു, ചുമ്മാ ഒരു ചെറിയൊരു പഞ്ചാരയൊക്കെ അടിച്ചിരിക്കുന്നൊക്കെ. മോനെ, കെണിയാണ്. ഒരു പഞ്ചാര കൊണ്ട് തീരത്തില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അടുവിൽ നമ്മൾക്ക് യു വിൽ നോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. യു വിൽ ബി ബൗണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് വന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. വെരി കെയർഫുൾ ആയിരിക്കണം. ഞാൻ കുഞ്ഞുങ്ങളെ നിങ്ങളോടൊക്കെ ഞാൻ പറയാം കേട്ടോ. ഗേൾസ് ആൻഡ് ബോയ്സ് രണ്ടുപേരോടും പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരുത്തന്റെ നോട്ടം തെറ്റിയല്ല, തെറ്റാണ് എന്ന് നിങ്ങളുടെ അകത്ത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ആത്മാ വാണിംഗ് തരും. അവിടെ നിർത്തിക്കോണം. അത് എത്ര പ്രായമാണ്, 80 വയസ്സ് അപ്പച്ചനെ ഒത്തിരി സൂക്ഷിക്കണം. മനസ്സിലായോ? അല്ലല്ലോ, അത് പാസ്റ്ററാ. ഒരു പാസ്റ്റർ, ഒരു അപ്പച്ചന്, ഒരു അമ്മച്ചി ഒന്നുമില്ല. ബി വെരി കെയർഫുൾ. നമ്മുടെ ഇന്ററാക്ഷനിലെല്ലാം ഒരു ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറത്തേക്ക് നോ. സ്കൂൾ കോളേജിൽ പോകുമ്പോഴും there is a boundary. ചിലപ്പോൾ ഒരു ടീച്ചേഴ്സിനായിരിക്കാം, പഠിപ്പിക്കുന്നവർക്കായിരിക്കാം, they get confused and they can go out of the way. ഉടനെ draw the line. ഞാനൊരു ദൈവ പൈതലാണ്. അതുപോലെ എന്ത് വിഷയം വന്നാൽ നിങ്ങളുടെ അമ്മമാരോട് നിങ്ങൾ പറഞ്ഞിരിക്കണം. ഗേൾസ് ആൻഡ് ബോയ്സ്, ഒരമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്മമാരതിന് എക്യുപ്ഡ് ആയിരിക്കണം. ഇതിനകത്ത് പിടിക്കപ്പെട്ടാൽ you will destroy your life. Praise the Lord. വിവാഹത്തിന് മുൻപാകട്ടെ, വിവാഹത്തിന് ശേഷമാകട്ടെ. ചിലർക്ക് വിവാഹം ഒരു കവറിംഗ് ആയിട്ട് വെക്കും. I have the wife with me, so I'll play the fool. വല്ലോനും ഉണ്ടല്ലോ, കൂട്ടിന് പിടിച്ചാൽ 1ാം ക്ലാസ് ഇടി മൂക്കിന് തരും. ഞാൻ പറഞ്ഞേക്കാം. No, you got to be very careful. സ്തോത്രം. ഹല്ലേലൂയ. എന്താ മോനെ, പേടിച്ചു പോയോ? മോനെ, ഇതാടാ സത്യം. ദുർനടപ്പ് വിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ അത് ലൈംഗികമാകുന്ന പാപ വിഷയമാണ്. അല്ലാതെ ഈ ലൈംഗികം അല്ലെങ്കിൽ ആ സെക്സ് ഓൾ ടുഗദർ അവിടെ വിലക്കുക എന്നതല്ല അവിടെ നമ്മൾ കാണുന്നത്. മനുഷ്യവർഗത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഗിഫ്റ്റാണ് സെക്സ് എന്നുള്ളത്. അതിന്റെ ബൗണ്ടറി ഭാര്യ ഭർത്തൃ ജീവിതത്തിലാണ്. അവരിരുവരും ഒരു ദേഹമായി തീരും. They will become one flesh. അതിനകത്ത്
ഈ വിഷയവും ഉണ്ട്. എബ്രായലേഖനം 13 അതിന്റെ 4-ാം വാക്യം പരസ്യമായിട്ടൊന്ന് വായിച്ചാട്ട് മോളെ. ചിലർക്ക് അയ്യോ ഇത് സഭായോഗത്തില് പ്രസംഗിച്ചു, അയ്യോ ഇത് പരിശുദ്ധാത്മാ വേദോത്സവത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് ചാഞ്ചാടുകയൊന്നും വേണ്ട, അങ്ങനെ ഒരു ഫരീസയത്വമൊന്നും കാണിക്കണ്ട. അല്ലെ പിന്നെ നിങ്ങൾ പറയണം കൊരിന്ത് ലേഖനം ആ പേജ് ഞാൻ വായിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പല പേജ് ഞാൻ പറയാം, വായിക്കാനൊക്കത്തില്ല. ഇത് നമ്മുടെ ശുദ്ധീകരണത്തിന് എഴുതിയിരിക്കുക. സ്കൂളിലും കോളേജിലും പോകുന്ന നമ്മുടെ യൂത്ത്സ് ശരിക്കും മനസ്സിലാക്കിക്കോണം. അല്ലാതെയും ദൈവസഭയിൽ വരുന്ന എല്ലാ അംഗങ്ങളും ഇത് മനസ്സിലാക്കിക്കോണം. ഇത് പറയേണ്ടത് ഒരു ലോക്കൽ ഉപദേശിയുടെ കടപ്പാടാണ്. വായിച്ചേ കുഞ്ഞെ. വിവാഹം എല്ലാവർക്കും മാന്യവും. അത് കേട്ടോണേ, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. എന്നിട്ട് എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹ ജീവിതത്തിന് മുമ്പുള്ള അനുഭവം, ശേഷമുള്ളതും, പ്രീ മാരിറ്റൽ, എക്സ്ട്രാ മാരിറ്റൽ ബന്ധങ്ങളെ ദൈവം വിധിക്കും. You have to be very careful. ഭാര്യഭർത്തൃ ബന്ധം, that's a wonderful experience. അത് ദൈവം സംവിധാനം ചെയ്തതാ. അതിന് മുൻപോ അതിന് അപ്പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. You have to guard yourself. അപ്പോൾ ദൈവം ഈ കാര്യങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ ആ നല്ല ഉദ്ദേശം മനസ്സിലാക്കി കുടുംബ ജീവിതത്തിന്റെ ആ ബൗണ്ടറിക്കകത്തായിരിക്കണം നമ്മുടെ എല്ലാ ഇന്റിമേറ്റ് അനുഭവങ്ങൾ. കുടുംബജീവിതത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ഇതെന്നോട് ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് ഇച്ചര പഞ്ചാരടിക്കാനൊക്കെ തോന്നും, ഇച്ചര നമുക്കൊന്ന് വഴിവിടാൻ തോന്നും. അത് ഇത്തറ്റം വരെ പോകുന്നു, ഞാനിങ്ങി വരുമെന്ന്. അപകടമാണ്. അത്തറ്റം കൊണ്ട് നിൽക്കത്തില്ല, അതിനപ്പുറത്തേക്ക് പോകും. ഞാനിപ്പോൾ ബൈബിളാണ് പറയുന്നത്. ഞാനൊരു പാസ്റ്റർ എന്ന നിലയിൽ കുറെ ആളുകളെയൊക്കെ കൗൺസിൽ ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങളോട് ഞാനിപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞു. ഇത് ഞാൻ ഇവിടുത്തെ യൗവനക്കാരോട് ഇത്രയും ഡീറ്റെയിൽ അല്ലായിരുന്നു, കാരണം ഒരു വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു, ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ കാര്യം കൂടെ പറഞ്ഞത്. വളരെ വളരെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ, വളരെ കെയർഫുൾ ആയിരിക്കണം. ശുശ്രൂഷ വൃന്ദത്തിലുള്ളവർ സകലരും കെയർഫുൾ ആയിരിക്കണം. നമുക്ക് ബൗണ്ടറി ഉണ്ട്, ഡിഗ്നിഫൈഡ് ആയിരിക്കണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന ഉടനെ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറുക, അടുക്കളയിൽ കയറുക, നൺ ഓഫ് മൈ ബിസിനസ്. ഇരിക്കേണ്ടടത്ത് ഇരിക്കണം. മറ്റേത് അപമര്യാദയാണ്, ഇന്നപ്രോപ്രിയേറ്റ് ആണ്. അതിന് വേറെ എന്തോ സംഭവമാണ്. ഞാൻ എടുത്തു പറയാം, ഈ അളിഞ്ഞ സ്നേഹം അരുത്. ക്രിസ്തീയ സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വി മസ്റ്റ് ബി ഡിഗ്നിഫൈഡ്. ഇവിടെ ശുശ്രൂഷ ബന്ധത്തിലുള്ള എല്ലാവരോടും, ഇവിടെയും തിരുവല്ലായിലും ഒക്കെ ഉള്ള എല്ലാവരോടും ഞാൻ പറയാം, ഡിഗ്നിഫൈഡ് ആയിരിക്കണം. ഒന്നാമത്തെ, ഒരു വീട്ടിൽ ചെന്നാൽ ഒരു മര്യാദ വേണം. ലാസ്റ്റിൽ ഇരുന്നിരുന്നുള്ള ഊപ്പാട് വന്ന് അവരൊടുവിൽ അങ്ങ് പോകാമോ എന്ന് പറയരുത്. ചെല്ലുക, കാര്യം ഗെറ്റ് ഔട്ട്. അവന്റെ റൊട്ടിയും സാമ്പാറും കഴിച്ച് അവിടെ കിടന്ന് പിന്നെ ഇനി അമ്മമ്മ വല്ലതും ഉണ്ടോ? ഇതിനല്ല വീട് വിസിറ്റ് ചെയ്യുന്നു. സ്തോത്രം. അതുപോലെ ഇപ്പൊ ഈ പെൺകുട്ടികളെ നിങ്ങൾ കണ്ടോ, ഞാൻ വളരെ പ്രാക്ടിക്കലായി ആക്കി അങ്ങ് പറയുകയാണ്. ഈ പെൺകുട്ടികള് ഓക്കെ, നിങ്ങളൊക്കെ കുറച്ചുകൂടെ മുതിർന്നവരാ. ഇപ്പൊ ഈ മോള് ഇവള് സാറിന് എനിക്ക് വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ തരും. ഓക്കെ, ഷെയ്ക്ക് ഹാൻഡ് തന്നു. അതിനപ്പുറത്ത് ആ കുട്ടിയോട് ഒന്നും ഞാൻ പെരുമാറേണ്ട കാര്യമില്ല. ഐ എം എ പാസ്റ്റർ. അവിടെ വല്യപ്പനാകാനുള്ള പ്രായം എനിക്കുണ്ട്, പക്ഷെ അതൊരു ഡിഗ്നിഫൈഡ് ആയിരിക്കണം. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? സ്തോത്രം. എനിക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. വീട്ടിൽ പോകാൻ പറയണം. വീട്ടിൽ പോയി സ്നേഹിച്ചു. അതുപോലെ യൗവനക്കാരത്തികൾ പലരുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ദർ ഇസ് എ സ്പേസ്. അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്കകത്ത് നിൽക്കണം. ഓരൊറ്റ വാക്ക്, സെന്റൻസ് അല്ല ഞാൻ പറയുന്നത്,
ഒരൊറ്റ വാക്ക് അതിനപ്പുറത്ത് പോകാൻ പാടില്ല. പോയാൽ എന്താ? ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ സംസാരിക്കുന്നു. ഹാർട്ട് ഇടുക. എന്താ ചെയ്യുന്നത്? എന്തോന്ന് ഹാർട്ട്? ലെറ്റ്സ് ബി വെരി സീരിയസ്. ദിസ് ഇസ് ഗോഡ്സ് ചർച്ച്. സ്പിരിച്വാലിറ്റി വളരെ സീരിയസ് ആകണം. പിന്നെ മക്കളെ, ഈ കോളേജിലൊക്കെ ഈ തോളെ കൈയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? സ്കൂളിലും കോളേജിലൊക്കെ ഇങ്ങോട്ട് നോക്ക്, എല്ലാരും കണ്ണി നോക്ക്. ഇതർ ദേക്കോ ആങ്കമേ ദേക്കോ. ഉണ്ടോ? ഉണ്ട്. എടാ കുഞ്ഞു പറയുന്നു ഉണ്ടെന്ന്. എടാ മോനെ ബാംഗ്ലൂരിലൊക്കെ ഉണ്ടോ? പാടില്ല. അത് ഫൗളാണ്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ദൈവം സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ സേവ് ഇറ്റ് ഫോർ യുവർ മാരേജ്. അതിനു മുമ്പ് അട്രാക്ഷൻ ഒത്ത് നമ്മുടെ ശരീരത്തെ കൊടുത്താൽ യു വിൽ ലൂസ് യുവർ വെർജിനിറ്റി. കന്യകത്വം നഷ്ടപ്പെടും. കുടുംബജീവിതത്തിലാണ് അത് കൊണ്ട് കല്യാണം കഴിക്കുന്ന ആളിന്റെ കയ്യിലാണത് സമർപ്പിക്കപ്പെടേണ്ടത്. സ്തോത്രം. തോളെ കൈയിട്ടെന്ന് എന്താ വേണം? ഉടനെ പറയണം, ഐ ആം എ ക്രിസ്ത്യൻ. I belong to the Lord Jesus Christ. I am separated from the world. I am crucified with Christ. തിരിഞ്ഞ് ചിലപ്പോൾ പറയും, you are mad. Yes, I am. I am crazy for Christ. സ്തോത്രം. ജോലി ചെയ്യുന്ന യൗവനക്കാരൊക്കെ ശ്രദ്ധിച്ചോണം ഇത്. ഞാൻ ചിലപ്പോൾ പേടിക്കാറുണ്ട് പ്രിയരെ. നമ്മുടെ ഇവിടുന്ന് ജോലി ഇതായിട്ട് എന്നെ, അയ്യോ എന്തോ ഇവരെ ടൂർ എന്തോ അതിന് പറയുന്നത്, എക്സ്കർഷൻ ടൂർ എന്തോ അതിന് പറയുന്നത്, എന്തോ വെച്ച് പറയുന്നത്, ഈ പോകുന്ന എല്ലാം കൂടെ സംഘമായിട്ട് ഞാൻ പേടിക്കാറുണ്ട്. കല്യാണം കഴിച്ചോം പോയവരെ എനിക്ക് പേടിയാണ്. കാരണം പറയാൻ പ്രിയരെ, ഞാൻ പറയാം, ഇത് ഇപ്പൊ എനിക്ക് ഇത്രയും പ്രായമായി, ഇനി ഇതിനൊക്കെ പ്രായമാട്ടെ 80 വയസ്സ്. ടെംപ്റ്റേഷൻ മാറുന്നില്ല. ലൈവാണ്. അങ്ങനെയുള്ള സ്പേസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അല്ലെ പിന്നെ നിങ്ങൾ മനുഷ്യനല്ലെന്ന് പറയണം. പച്ച മനുഷ്യനാണോ ഈ വികാരങ്ങളൊക്കെ തലച്ചോറിനകത്തൂടെ പോകും. സ്തോത്രം. അവോയ്ഡ് സച്ച് പ്ലേസസ്. അപ്പം ലൈംഗികമാകുന്ന ഇടപാടുകൾ വിവാഹത്തിനപ്പുറത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊക്കെ തോന്നും. ആളുകൾ അതങ്ങനെ അവതരിപ്പിക്കും. പക്ഷേ ദൈവസന്നിധിയിൽ അത് പാപമാണ്. അത് നാശത്തിൽ കൊണ്ട് നമ്മളെ അവസാനിപ്പിക്കും. ആ 18-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിലേക്ക് നമ്മൾ പോവുക. 18-ാം വാക്യം ആദ്യം മുതലങ്ങ് വായിച്ചു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. ഇതുവരെ നമ്മൾ സംസാരിച്ചതാ. ദുർനടപ്പ് എന്ന് പറയുന്ന വിഷയം കൊരിന്തുകാരെ കറപ്റ്റ്, അവരുടെ സമൂഹത്തിൽ കറപ്ഷൻ ആയിരുന്നു. ചർച്ചിനകത്തേക്കും അത് വരിക. അന്നേരം പൗലോസ് ആരമില്ല, അച്ഛനൊത്തൊരു സ്തോത്രാഴ്ച തരുന്ന നോ. ദൈവവചന അടിസ്ഥാനത്തിൽ താൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, ഈ ബോഡിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇറ്റ്സ് നോട്ട് യുവർ ബോഡി. ദൈവം ഇത് പർച്ചേസ് ചെയ്തിരിക്കുക. എനിക്ക് തോന്നിയതുപോലെ എന്റെ ബോഡി കൊണ്ട് പറ്റത്തില്ല. ഒരു റിയൽ വിശ്വാസിക്ക് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഞാൻ ഇനി എനിക്കുള്ളവനല്ല. എനിക്ക് തോന്നിയ പോലെ ബോധിച്ച പോലെ സ്കൂളിലോ കോളേജിലോ നെയ്ബേഴ്സിന്റെ അടുത്തൊന്നും പണി പറ്റത്തില്ല. പറയുന്ന ഓരോ വാക്കുകൾ, നോട്ടം, ഭാവം, ഇതെല്ലാം ആൻസറബിൾ ബിഫോർ ഗാഡ്. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. യു റൺ as fast as you can. എന്നിട്ട് മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ശ്രദ്ധിക്കണം. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ഇതിന്റെ അർത്ഥം വാസ്തവത്തിൽ എന്താ? വേറെ പല മദ്യപാനം, ഇതെല്ലാം ശരീരം കൊണ്ടല്ലേ ചെയ്യുന്നു. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകാം. മറ്റ് പല പാപങ്ങൾ ശരീരം കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അതിൽ ഇൻവോൾവ് അല്ല. ഇതുപോലെ
ശരീരവും ദേഹിയും എല്ലാം കൂടെ ഇൻവോൾവ്. ആക്ച്വലി ഈ ലൈംഗിക പാപത്തിൽ ഈ ആക്ടില് ഒരു ദേഹമായി തീരുകയാണെങ്കിൽ അന്യ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് കൊരിന്തിന്റെ പശ്ചാത്തലം പറഞ്ഞാൽ വ്യഭിചാരികളുമായി പോയി ഈ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ശരീരമായി മാറുകയാണ്. കർത്താവിന്റെ അടുക്കൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവുമായിട്ട് ഒന്നായി. ഈ ഒന്നായ ആള് വ്യഭിചാരത്തിലും ദുർനടപ്പിലും പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആ ഹോൾ പേഴ്സണാലിറ്റി ഇൻവോൾവ് ആണ്, കറപ്റ്റഡ് ആകുകയാണ്. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. He is sinning against his own body. അതിന്റെ അർത്ഥം ഈ ലൈംഗിക പാപം മറ്റെല്ലാ പാപത്തെക്കാളും ഏറ്റവും വേഴ്സാണ് എന്ന അർത്ഥത്തിലല്ല. എന്നാൽ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രത്യേക പാപത്തിന് ശരീരത്തിന് മേൽ ഒരു പ്രത്യേക എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് ശാരീരികവും ധാർമ്മികവും ആത്മീകവുമാകുന്ന എഫക്റ്റാണ്. എന്റെ അകത്തെ മനുഷ്യൻ പൊല്യൂട്ടഡായി കറപ്റ്റഡ് ആവും. ആത്മീകമാവും അത് തെറ്റാണ്. ആത്മീകമായി കറപ്റ്റഡ് ആകുകയാണ്. ധാർമ്മികമായി ശാരീരികമായും അത് ഒന്ന് പിടിക്കപ്പെട്ടാൽ, ഒന്ന് പോയാൽ യു ഫിനിഷ്ഡ്. എത്ര നമ്മൾ കെയർഫുൾ ആകണം. ആന്തരികമായി വ്യക്തിയെ തകർക്കുന്ന പാപമാണിത്. അതുകൊണ്ട് യു റൺ. അകത്ത് കറപ്റ്റഡ് ആവും. ഭാര്യ അല്ലാത്ത വേറൊരു സ്ത്രീയുമായി, ഭർത്താവല്ലാത്ത വേറൊരു പുരുഷനുമായി ചാറ്റിങ്ങിൽ തുടങ്ങി ലാസ്റ്റിൽ ചീറ്റിങ്ങിൽ അത് അവസാനിക്കും. അകത്തെ മനുഷ്യൻ കറപ്റ്റഡായി പോകും. മടങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഈ ലൈംഗിക പാപമാണ് രണ്ടു പേർ തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ ഏറ്റവും ഉച്ചകോടി. ഇന്റിമസിയുടെ ഏറ്റവും ആഴമെന്ന് പറയുന്നത് ഇതാണ്. രണ്ടുപേര് തമ്മിലുള്ള ഈ ലൈംഗികമാകുന്ന ഈ ഇഷ്യൂവാണ്. സ്തോത്രം. ഒരു വേദശാസ്ത്രി പറഞ്ഞിരിക്കുന്നത് ഞാൻ അതുപോലെ എടുത്തു പറയാം. മദ്യപാനത്തെക്കാളും മയക്കുമരുന്നതിനേക്കാളും ക്രൈം നടത്തുന്നതിനേക്കാളും അപകടകാരിയാണ് ലൈംഗിക പാപം. It is that dangerous. മനസ്സിൽ ആ ചിന്ത വരുന്നത് അവിടെ ഇതിനെ കട്ട് ചെയ്യണം. ഇപ്പൊ ഞാനിത് പ്രസംഗിക്കുക, വെള്ള ഉടുപ്പൊക്കെ ഇട്ട് അകത്താണ് വരുന്നത്. അതാർക്കും കാണത്തില്ല. പ്രസംഗം നടക്കുകയും ചെയ്യും. അവരവരുടെ പാത്രത്തെ സൂക്ഷിച്ചോണം. ഈ ചിന്തകളിൽ അത് കട്ട് ചെയ്ത് വിടണം. അല്ലെങ്കിൽ യു ക്യാൻ ഫൂൾ ദി എൻറ്റയർ നേഷൻ. കാരണം ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ചിലപ്പോൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിനൊരുപാട് പ്രാക്ടിക്കൽ കാര്യങ്ങളുണ്ട്. അത് എല്ലാം ഒന്നും ഇപ്പൊ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആ 18-ാം വാക്യത്തിൽ മാത്രം നിൽക്കുക. എൻ്റെ ഒരു ചിന്തയില് ഇത് അടുത്ത ആഴ്ചയോടെ ചിന്തിക്കണമെന്നാണ്. അപ്പൊ ശരിക്കും ഈ ദുർനടപ്പ് ഇത്ര വലിയ പാപമായിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടു പേര് തമ്മിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തില് ഒരു കറ പുരളുന്ന പോലെയാണ്. മറ്റൊരു പാപത്തിനും പറ്റിക്കാൻ കഴിയാത്ത ആന്തരികമായ സ്റ്റെയിൻ, കറ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ കാര്യമായി പറഞ്ഞത്. അപ്പൊ പൗലോസ് ഈ പറയുന്ന കാര്യങ്ങൾ 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യം അതിനകത്ത് കോണ്ടെക്സ്റ്റിലുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ സംസാരിക്കുന്നത്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ കർത്താവുമായി
ഒരു ശരീരമായി. അവർ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. അങ്ങനെയുള്ളവർ വ്യഭിചാരികളോടും അന്യ സ്ത്രീകളോടുമൊക്കെ ഇതുപോലെയുള്ള ഇന്റിമസിയിലേക്ക് വന്നാൽ ആ വൺ ഫ്ലഷ് യൂണിയൻ റോങ്ഫുൾ ആകുകയാണ്. ദൈവവുമായിട്ടുള്ള ആ മിസ്റ്റിക്കൽ യൂണിയനെ അവർ വാസ്തവത്തിൽ തകർക്കുകയാണ്. സ്തോത്രം. ശരീരം ദൈവത്തിന്റെ വകയാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ കൊണ്ടു നടക്കണം. ഈ കുളിക്കാതെ നനയ്ക്കാതെ പോലും പോകുന്ന പുള്ളികളുണ്ട്. ആ കണ്ടാലേറിയവര് കുളിക്കണം, നനയ്ക്കണം, വൃത്തിക്ക് നടക്കണം, എല്ലാവരുമായിട്ട് ഇടപെടണം. ഞാൻ എല്ലാവരുമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ എന്താ, ഞാൻ ചെന്നിടത്ത് പോലും ചിലരൊക്കെ ചിന്തിച്ച് അടുക്കാൻ നോക്കത്തില്ല. എനിക്കൊരു പ്രശ്നവുമില്ല, എല്ലാവരും അടുക്കാം. പക്ഷേ കാര്യം പറയുന്ന സമയത്ത് അത് കാര്യമായിട്ട് തന്നെ പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഇവിടെ നിർത്തുക. കാരണം ഇത് 19-20 വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ നിർത്താൻ പോകുക. നെക്സ്റ്റ് വീക്ക് വി വിൽ ഡെവലപ്പ് ദിസ്. എത്ര പേർക്ക് മനസ്സിലായി കാര്യം? അതുപോലെ തന്നെ കയറി പമ്മി വീടുകളിൽ പോവുക. എന്തിനാ? എന്നാ കാര്യത്തിനാ? അല്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നു പുള്ളിക്കാരത്ത് തന്നെയുള്ളത്. എടാ, വിളിച്ചു പോവോ? എന്നാ കാര്യം? ചിലർക്ക് കൗൺസിലിങ്. നിങ്ങൾ കൗൺസിലൊന്നും ചെയ്യണ്ട. എൻ്റെ പൊന്നച്ചാ, കൗൺസിൽ ചെയ്യണ്ട. ഇവിടെ കൗൺസിൽ ചെയ്യാൻ വേറെ ആളുകളൊക്കെ ഉണ്ട്. കൗൺസിൽ അവരുടെ ഹൃദയം എന്നോടങ്ങ് പകരും. ഒന്നും പകരണ്ട, കൗൺസിലൊന്നും വേണ്ട. ഇവിടെ അതിനാളുണ്ട്. കുടുംബസ്ഥരായുള്ളവർ കുടുംബമായിട്ടാണ് പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കേട്ടോളീം. ഇപ്പൊ ഞാന് ഈ വണ്ടിയെ പോവാ, ജോലിക്ക് കാലിന് വയ്യ, അപ്പൊ അവള് വീട്ടില. അപ്പോഴാണ് നമ്മുടെ ഒരു സൗകര്യം കയറിക്കൂ. കേറരുത്. പാസ്റ്റർ, നോ, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കമ്മിങ് നൗ. കയറി. ഞാൻ പെട്ടെന്ന് കൊണ്ട് വേണ്ട. ഞാൻ വിളിക്കാനും പാടില്ല, നിങ്ങൾ കയറാനും പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് പ്രാക്ടിക്കലി കാര്യം പറയുകയാണ്. അപ്പൊ ബൈക്കാലോ അനിയങ്ങോട്ടെ കയറിക്കോ. എന്റെ പൊന്നു മക്കളെ, പുറകിലൊരു സ്ത്രീ ഇരുന്നാൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനൊന്നുമല്ല, ഞാൻ ഭയങ്കര ഇങ്ങനെയുള്ള വർത്താനം ഒന്നും പറയാതെ പ്രായോഗികമാകെ. വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതിന് പുറകിൽ കയറി. നിങ്ങൾക്കറിയാമോ? വളരെ കണ്ണുനീരോടെ ഒരാൾ എന്നെ വിളിച്ചു. പിന്നെ എടുത്തങ്ങോ. ഇനി ഉടനെ ആരായിരിക്കും അത്? ഇവിടെ അല്ല, കഴിച്ചല്ലോ. അല്ലെ പിന്നെ അങ്ങനെ എന്നാലും പറ, ആരാടാ ബൈക്ക്? ഇവിടെ അല്ല. ഈ ബൈക്കെ കയറ്റുന്നതും ഈ കാറൊക്കെ ഇത് വല്ല കറപ്റ്റഡ് ആണ്. അതിന്റെ ആവശ്യമില്ലല്ലോ. സ്തോത്രം. പക്ഷേ നമ്മൾ കല്യാണം കഴിച്ചില്ല. പക്ഷെ അപ്പൊ എങ്ങനെയാ? അപ്പൊ വേറൊരു സഹോദരനോടൊക്കെ വേണം. എമർജൻസി ആണെങ്കിൽ കൂട്ടുപ്രവർത്തകൻ ഉണ്ട്, അല്ലെങ്കിൽ ആ സഹോദരിയുടെ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ഒരു സഹോദരനുണ്ട്. വെരി കെയർഫുൾ ആയിരിക്കണം. ലെറ്റ് നോട്ട് സൈറ്റൻ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എനി വൺ ഓഫ് അസ്. ഞാൻ ഇപ്പോ പറഞ്ഞത് പ്രാക്ടിക്കൽ കാര്യമാണ്, പ്രായോഗിക കാര്യങ്ങൾ. ബി കെയർഫുൾ. സ്തോത്രം. നമ്മുടെ ഇവിടുത്തെ സംസ്കാരം അനുസരിച്ച് ഇങ്ങനെ ഇറ്റ്സ് ഗുഡ്, നല്ലതാകട്ടെ, എനിക്ക് വലിയ ഇഷ്ടമായത്. ഇല്ല, അപ്പൊ ഒരു സ്ത്രീ ഇങ്ങനെ കൈ ഷെയ്ക്കാൻ, ഒരു കുഴപ്പമില്ല, ഷെയ്ക്കാൻ. പക്ഷെ ഷെയ്ക്കാൻ ഉള്ളത് ഇവിടെ ഇത് നല്ലതാണല്ലേ, ഷെയ്ക്കാൻ ചെയ്തപ്പോ ഏതാണ്ട് ഒരു തോന്നി. അപ്പൊ നാളെ ഷെയ്ക്കാൻ, പിന്നെ ഒരു ഷെയ്ക്കാൻ, പിന്നെ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് തുടരണം. അത് രംഗം മാറുക. മക്കളെ, ഇപ്പൊ നീ ചിരിച്ചോണം, വളരെ സൂക്ഷിച്ചോണം സ്കൂളുകൾ കോളേജുകളിൽ. ഞാൻ ഇവരോടൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് ഇവരെ അറിഞ്ഞുകൂടാ. ഇതിനകത്തൊക്കെ വലിയ താപ്പാനകളുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ചിലരുടെ അകത്ത് ഇടിവാള് പോയി, ഭാഷ കണ്ടു.
വൈ ഡു വി ഡു ദിസ്? നമുക്ക് ലോക മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം, മോനെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിന്റെ മണവാട്ടിയാ, കർത്താവിന്റെ ആത്മീക ശരീരമാണ്. ഞാൻ ചോദിക്കട്ടെ, കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് നിശ്ചയിക്കപ്പെട്ട പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ ഞോണ്ടുകയും വിളിക്കുകയും തമാശയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുരുഷൻ ഇഷ്ടപ്പെടുമോ? അത് നടക്കുമോ? അത് ഇത് തന്നെയല്ലേ നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത. കർത്താവ്, എല്ലാവരും തമ്മിൽ സ്നേഹം, ലൈക്ക് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്നെ കർത്താവ് കഴിഞ്ഞ നാളിൽ ഒത്തിരി കാര്യം പഠിപ്പിച്ച കാര്യമാണ്. ഞാനത് നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാ, ഒരു വാക്കിൽ ഞാൻ സൂചിപ്പിക്കാം. എങ്ങനെയാണ് ശത്രു മുതലെടുക്കുന്നത്? പ്രാക്ടിക്കൽ കാര്യമാണ്. ഞാൻ ഒരിക്കൽ എവിടാണ്, ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഞാനത് പറഞ്ഞതായിരുന്നു നിങ്ങളോട്. ഇപ്പൊ നൗ യു ആർ ഇൻ എ ഹോസ്പിറ്റലിനകത്ത് നിങ്ങൾ ആയിരിക്കുകയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, നാളെ ഡിസ്ചാർജ് ആക്കാം. അപ്പൊ നഴ്സസ് വരുന്നു, കുത്തിവെക്കുന്നു, പരിചരിക്കുന്നു. പുള്ളിക്കാരി നിൽക്കുക, തൊട്ടപ്പോ ഒരു സുഖം പോലെ. സിസ്റ്റർ ഒന്നോളം നോക്കി, അതാണ് തെറ്റ്. മനസ്സിലാക്കണം. ഇതൊക്കെ ഞാൻ വളരെ, കർത്താവ് എന്നെ പഠിപ്പിച്ചതാ. ഇത് പുരുഷന്മാർക്ക് ഭയങ്കര ഇഷ്ടം, ഒരു സുഖമാണ് അത്. കാരണം അവർ വന്ന് എന്നിട്ട് ഇവിടെ ഒന്ന് പോകാൻ വേണ്ടി, അതേ പോയില്ലെന്നാ തോന്നുന്നത്. ഒന്നുകൂടെ മനസ്സിലായോ? അത് ഉള്ളിൽ ഓൾറെഡി കറപ്റ്റായി. പിന്നെ നമ്മള് ആരുമില്ലാത്തപ്പോ പുള്ളിക്കാരെ റൂമിൽ വിളിക്കുക, വീട് എവിടെയായിരുന്നു, കുഞ്ഞിങ്ങോട്ട് വരുമ്പോഴേ എന്തോ ഒരു ഇതുണ്ട്, എല്ലാം ചുമ്മാതാ. പിന്നെ നല്ലതിന്റെ വില കിട്ടണം, ഇടിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, സട്ടിലാണിത്. നമ്മൾ കെയർഫുൾ അല്ലെങ്കിൽ വലിയ പാപത്തിൽ നമ്മളെ കൊണ്ട് അവസാനിപ്പിക്കും. ദുർനടപ്പ് വിട്ട് റൺ. പിന്നെ ദൈവം നമ്മളെ ഈ സ്നേഹബന്ധത്തിൽ കൊണ്ടുവന്നു പരസ്പരം തിരുത്തണം. നമ്മുടെ ഇടയിൽ ഒരു സഹോദരൻ്റെ ഒരു സഹോദരി ഇച്ചിരി അപമര്യ, കുഞ്ഞെ നമ്മൾ അങ്ങനെ തിരുത്തണം, ശിക്ഷണം, നടപടി കൊടുക്കണം, തിരുത്തി. അല്ലാതെ ഇത് കട്ടി ദൂരക്കളയല്ല. കാരണം വി ആർ ഓൾ ഓൺ എ ജേർണി. അപക്വമായ കാര്യങ്ങൾ, അപാകതകൾ ഇതെല്ലാവർക്കും വരാം. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഏതോ പ്രായം ചെന്നത് കൊണ്ട് ഏതാണ്ടൊരു ഞങ്ങൾ വേറെ മണ്ഡലത്തില്, അങ്ങനെ ഒരു മണ്ഡലമില്ല. അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറയാം, ആത്മീയത മുതലെടുത്ത് പലരും ചൂഷണം ചെയ്യും. ഞാൻ ഇതൊന്നും എൻ്റെ പ്രിയരെ ഈ പുൾപ്പിറ്റ് വെച്ച് ചുമ്മാ പറയുന്നതല്ല. ഈ ഭയങ്കര പേരൊക്കെ ഭയങ്കര വെളിപ്പാട് വീട്ടിൽ കയറ്റിയാ ഉണ്ടല്ലോ പ്രശ്നം വരും. എല്ലാരെയും അല്ലേ, ചിലതിനെ. അതിന്റെ കാര്യം എന്താ? ഇവർ ചൂഷണം ചെയ്യും, മുതലെടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് we have to have our attention, our eyes. Whom are they interacting with? Why is that person behaving like that with my daughter or son? Even ആൺകുട്ടികളെ വരെ you have to be careful. There are very wicked persons on earth. ദുർനടപ്പ് വിട്ട് ഓടിക്കണം. കാരണം ഇത് കുഴിയിൽ കൊണ്ട് അവസാനിപ്പിക്കും. വിവാഹത്തിന് മുമ്പോ പിൻപോ നടന്നത് ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ദൈവം കരുണ തരും, കൃപയയക്കും. വരാതെ സൂക്ഷിക്കണം. വന്നാൽ കെട്ടാണ്. എന്നാൽ ഉള്ളത്തിൽ അനുദപിച്ച് മുഴങ്കാൽ വീണ് ദൈവത്തിൽ കരഞ്ഞാൽ God in His grace will forgive us. പോകരുത്. അപമര്യാദയായിട്ട് ഒരാൾ നോക്കിയാൽ, ഞാൻ പറഞ്ഞല്ലേ, സ്പിരിച്വാലിറ്റി ചൂഷണം ചെയ്ത് പോലും ആളുകൾ വൃത്തികേട് കാണിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ വരുമ്പോൾ സ്കാൻ ചെയ്യണം. ജസ്റ്റ് നമ്മളെ കണ്ണിലൊന്ന് നോക്കിയാൽ, ചിലർ കണ്ണി നോക്കത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ എന്തുകൊണ്ട് വിശേഷം? ഓ, കുഴപ്പമൊന്നുമില്ല. എന്തു? അത് മുഴുവൻ അപകടമാ.
Why cannot I look into the eyes of people? Pastor, കോഴിക്കോട് പോകുന്നു. കോഴിക്കോട്. അതല്ല. Meet the eye. Be very careful. God has called us with a holy calling. നമ്മള് 2 തിമോത്തിയോസിന്റെ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് പഠിച്ച 9-ാം വാക്യം എന്തായിരുന്നു? ഒന്ന് വായിക്കാമോ മോളെ? അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. അപ്പൊ he has called us with a holy calling. The calling is to holiness. അല്ലാതെ രക്ഷിക്കപ്പെട്ട് എനിക്ക് താൻ തോന്നിയ എന്റെ ജീവിതം എനിക്ക് ഇഷ്ടം പോലെ, ഇറ്റ്സ് മൈ ലൈഫ്, ഇറ്റ്സ് മൈ ബോഡി. നോ, ഇറ്റ് ഇസ് നോട്ട് യുവർ ലൈഫ്, ഇറ്റ് ഇസ് നോട്ട് യുവർ ബോഡി. വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്തേ. ഇനി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു തീരുമാനം എടുത്തുകൊണ്ട് പോകാം. ഈ പറഞ്ഞതിന്റെ അർത്ഥം പുരുഷന്മാർ ഈ ഭാഗത്താണ്, ഇങ്ങോട്ട് നോക്കരുത് എന്നല്ല. നിങ്ങൾ സഹോദരിമാർ ഇങ്ങോട്ട് നോക്കി പാവമാ. നോ, അതൊക്കെ ഫരീസേയത്വമാണ്. ഗാർഡ് യുവർ ഹാർട്ട്, ഗാർഡ് യുവർ ഹാർട്ട്. സീ, ഞാൻ ഒരിക്കൽ കാണിച്ചത് നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പൊ ഇവിടെ സഹോദരിമാരാ. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ കണ്ടു. അതാ തെറ്റ്. സീയിങ്ങും ലുക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. യു വാണ്ട് ടു സ്റ്റെയർ അറ്റ് സംബഡി, യുവർ ഹാർട്ട് ഇസ് സോ കറപ്റ്റഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരും സഹോദരന്മാരും എല്ലാം യോഗ്യമായ വസ്ത്രം വേണം ധരിക്കാൻ. വി ആർ നോട്ട് ഹിയർ ടു എക്സ്പോസ് എനിത്തിങ് ടു എനിവൺ. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആ കാലഘട്ടം കഴിഞ്ഞു. ഈ ലോകത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. We have given up all that and we are answered this holy calling. കർത്താവിന്റെ മണവാട്ടിയാണ്. And we are looking forward to the return of our Lord Jesus Christ. Mone, when you go to Bangalore, be bold for Christ. ആളുകൾ എന്ത് ചക്കരവാക്കും മുഖസ്തുതിയും വശീകരണം പറഞ്ഞാൽ, you just point blank at their face, you can say no. അതിന് റാഗ് ചെയ്യും, ചിലപ്പോൾ അതിന് ചിലപ്പോൾ ദേഹ ഉപദ്രവം. ബട്ട് യു സ്റ്റാൻഡ് ഫോർ ദ ലോർഡ് ആൻഡ് യു വിൽ ബി ബ്ലെസ്ഡ്. മറ്റേത് നമ്മൾ കോംപ്രമൈസാ. വൺസ് യു കോംപ്രമൈസ്, ഇറ്റ്സ് എ ഡൗൺവേർഡ് ഹിൽ. യു സംടൈംസ് ക്യാൻ നെവർ ഈവൻ റിട്ടേൺ. മോനെ ഫുട്ബോൾ കളിച്ചു, പിന്നൊരു തമാശ, പിന്നൊരു അവിടെ കയറിച്ചിരുന്ന് അടിക്കാൻ അവിടെ. ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അവന്റെ നിന്നെ ആരെങ്കിലും വലിയ ചിത്രങ്ങളിലും കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ പറയാനൊക്കെ പോകും. നീ പെന്തിക്കോസുകാരനാ. നീ സത്യത്തിന് വേണ്ടി നിൽക്കണം. ദൈവം നിന്നെ ഉപയോഗിക്കും. ഒരൊറ്റ വേണ്ട ദിനത്തിന് എന്റെ മോൻ പോകരുത്. എന്ത് അട്രാക്റ്റീവ് വന്നാൽ നോ. എന്തുവാണോ നിനക്ക്? നീ ലോകത്തിലൊന്നുമല്ല. ഞാൻ ഈ ലോകത്തില്ല, പക്ഷെ ഞാൻ ലോകക്കാരനല്ലെന്ന് പറയുന്നു. മോനെ കേട്ടോടാ ഞാൻ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ലല്ലേ? എന്തുവാന്ന റൺ എന്ന് കേട്ടു. അത്രയും മതി കേട്ടോ. ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ മതി. എല്ലാം ഈ മുന്നിലിരിക്കുന്ന പുള്ളികൾക്ക് മൊത്തം അറിയാം. നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞല്ലോ? നിനക്ക് മനസ്സിലായോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന്റെ ഒരു പ്രത്യാശ ഗാനം നമുക്ക് പാടണം. പ്രത്യാശ ഗാനം. യേശു വരുന്നു. ജീസസ് ഇസ് കമ്മിങ്. നിങ്ങൾ എത്ര പേര് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ, ഞാൻ പറഞ്ഞ ഇച്ചിരി എക്സ്പ്ലിസിറ്റ് ആയിട്ട് പൊതുയോഗമാണ്. ഇറ്റ് ഈസ് ഗോയിങ് വേൾഡ് വൈഡ്, ബട്ട് ഐ ഹാവ് ടു സേ ഇറ്റ്. അത് അനേകർക്ക് പ്രയോജനമാകട്ടെ. പല സഭകളിൽ ഇത് ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ബോധപൂർവം പലതും മറച്ചാണ് പറഞ്ഞത്. കാരണം ഞെട്ടിപ്പിക്കുന്ന ന്യൂസുകളാണ് വരുന്നത്. ഞാൻ നിങ്ങളോട് എൻ്റെ ഹൃദയവേദന പറയാം. ഞാൻ ആരോടൊക്കെ പറഞ്ഞത്, 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഇതുപോലെ പോവുകയാണെങ്കിൽ പെന്തിക്കോസ് ഉണ്ടോ പ്രിയരെ? വാട്ട് ഈസ് ഹാപ്പനിങ്? വാട്ട് ഈസ് റോങ് വിത്ത് പീപ്പിൾ? നമ്മൾ ഇതിനാണോ മർത്തോമായും ഓർത്തഡോക്സും ഇവാഞ്ചലിക്കലും മറ്റേ ക്രൈസ്തവ വിട്ടിട്ട് ഇതിനകത്ത് ഇറങ്ങിയത്?
നമ്മള് സ്വർഗത്തിൽ പോകണം, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിറങ്ങി, പ്രമാണത്തിന് വേണ്ടി ഇറങ്ങി, സത്യത്തിന് വേണ്ടി ജീവൻ പോകുന്ന ആ സെക്കൻഡ് വരെ നിൽക്കണം നിങ്ങൾ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അല്ല പിന്നെ നമ്മളെ ഏതായാലും ഓർത്തഡോക്സിൽ പുറത്തു കളഞ്ഞതോ ഭർത്തവുമായി ഇറങ്ങി പോടാന്ന് പറഞ്ഞു ഒന്നും അല്ലല്ലോ. അതിനെക്കാട്ടിൽ വലിയൊരു പ്രമാണം ഉണ്ടെന്നും കണ്ട് നമ്മൾ ഇറങ്ങിയതാ. ഇനിയും ലോകത്തിൽ ആരെന്നോ വേണേ കാണിക്കട്ടെ, അണ്ട് അവിടെ പാസ്റ്റർ വീണു, അണ്ട് ഇവിടെ പാസ്റ്റർ വീണു, ആയിക്കോട്ടെ. അവര് തെരഞ്ഞെടുത്തു, നമ്മൾ അവരെ അല്ല അനുഗമിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുനുമായി യേശുവിനെ. പ്രിയരെ, ഞാൻ ഉള്ള കാര്യം പറയാം കേട്ടോ, ഒരു ദൈവകൃപയുടെ വ്യാപാരം ഇപ്പൊ ഇതിനകത്തുണ്ട്. ഐ എം ടെല്ലിങ് യു, പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയുടെ വ്യാപാരം ഇതിനകത്തുണ്ട്. പാസ്റ്റർക്ക് എങ്ങനെ അറിയാം? അതാണ് എല്ലാ കണ്ണും നടച്ചേ. നിങ്ങളുടെ ശരീരാത്മതകളെ ദൈവത്തിന് കൊടു. മോളെ, ആ 19-20 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 19-20 വാക്യം കൂടെ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പൊ ഈ ശരീരം എന്തിനുള്ളതാ? ദൈവം തന്റെ ആത്മാവിനാൽ ഇതിനകത്ത് വന്ന് താമസിക്കാനുള്ളതാ. ഈ ശരീരം കൊണ്ട് വേറെ പണിക്കല്ല. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇനി അടുത്ത കേക്ക്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. എന്റെ ബോഡി അല്ല, ഇനി താന്താങ്ങൾക്കുള്ളവരല്ല. പിന്നെ അടുത്തത് എന്നും അറിയുന്നില്ലയോ? അടുത്തത് ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഗ്ലോറിഫൈ ഗോഡ്. ഗ്ലോറിഫൈ. അതിനായി 2 കൈ, അതിനായി ബോഡി. വാട്ട് ഈസ് ദ യൂസ് ഓഫ് യുവർ ബോഡി? ദ യൂസ് ഓഫ് മൈ ബോഡി ഈസ് ഐ ഗ്ലോറിഫൈ ഗോഡ്. ഇത് റോമൻ 12 അങ്ങ് കണക്ട് ചെയ്തോണം. നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയുമായിട്ടുള്ള യാഗമായി സമർപ്പിക്കുക.